ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വെച്ചാൽ നീറ്റിൻ്റെ ഈ ലാസ്റ്റ് 8 മാസം എങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മുതൽ നോക്കുകയാണെങ്കിൽ, സെപ്റ്റംബർ ടു ഏപ്രിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി പ്രോപ്പർ നീറ്റിന് 8 മന്ത്സ് ആണുള്ളത്. അപ്പോൾ ഈ 8 മന്ത്സ് നിങ്ങളിപ്പോൾ ഒരു സ്ക്രാച്ചിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് ഈ 8 മന്ത്സിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ നല്ലൊരു റാങ്കൊക്കെ എത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയുള്ള ഈ 8 മാസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു നീറ്റ് പ്രിപ്പറേഷനിൽ ലോക്ക്ഡ് ഇൻ ആയിരിക്കണം. കാരണം ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ഇപ്പോൾ ഏത് ലെവലിലാണ് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കണം. NTA ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈസി വരുമോ, നല്ല ഈസി വരുമോ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് വരുമോ, അല്ലെങ്കിൽ 2025 പോലെ ഹാർഡ് പേപ്പറാണോ വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് ലെവൽ ഓഫ് പേപ്പർ വന്നാലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം. അതിന് ഈ 8 മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് വേണം. അപ്പോൾ ഇതുവരെ ഉഴപ്പിയതൊക്കെ പോട്ടെ, ഇനി നിങ്ങൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് നിങ്ങൾ വെറുതെ ഈ പ്രസൻറ്റും ഇനി നിങ്ങൾക്ക് വരാൻ പോണ ഫ്യൂച്ചർ വെറുതെ കൊളാക്കണ്ട. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി നിങ്ങൾ ഉഴപ്പൂല എന്നുള്ളത് നിങ്ങൾ ഉറപ്പെടുക്കണം. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ, നിങ്ങൾ ആരെങ്കിലും ഇത്ര കാലം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ ഉഴപ്പിയിട്ട് പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു എന്താ ചെയ്യുക, ഒരു ഓത്ത് എടുക്കണ പോലെ ഇനി ഞാൻ ഉഴപ്പൂല, നീറ്റിൻ്റെ ആ മെയ് 2 വരെ ഞാൻ ഉഴപ്പാതെ ഫുൾ ഡേ എൻ്റെ ഫുൾ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇനി പ്ലാനൊക്കെ പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ, നമ്മുടെ വാട്സപ്പ് ചാനലും അക്കൗണ്ട്സ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു MBBS ലൈഫ് ഒരു അൺഫിൽറ്റേഡ് ആയിട്ട് കാണണമെങ്കിൽ നമ്മളെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് നോട്ട്സിനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്തോ. ഒക്കെ നമുക്ക് അടിപൊളിയാണ്. പിന്നെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഡേ വൈസ് ഷെഡ്യൂളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വാച്ച് ടിൽ ദി എൻഡ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് 8 മാസമാണല്ലോ ഉള്ളത്. ഇപ്പോൾ സെപ്റ്റംബർ 2 ടു മെയ് 2 എന്നുള്ള ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കറക്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 240 ഡേയ്സ് ആണുള്ളത്. ഈ സെപ്റ്റംബർ 2 പറഞ്ഞാൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കാരണം സെപ്റ്റംബർ 2 മുതലാണ് നമ്മുടെ നീറ്റ് ഔട്ട് ആക്സസിൻ്റെ എയിംസ് ഡൽഹി സ്റ്റുഡൻസ് നടത്തുന്ന മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്റ്റംബർ 2 ടു മെയ് 2 എന്നുള്ള രീതിയിൽ ഒരു 8 മാസത്തെ ഒരു വലിയൊരു കോഴ്സ് പോലെയാണ് നമ്മൾ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അത് പോട്ടെ, ജസ്റ്റ് സെപ്റ്റംബർ 2 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 240 ഡേയ്സ് ആണല്ലോ ബാക്കിയുള്ളത്. ഈ 240 ഡേയ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ലാസ്റ്റ് 60 ഡേയ്സ് നിങ്ങളെ തലേന്നാണ്ട് മറക്കുക ഈ ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബാക്കിയുണ്ട്? 240 മൈനസ് 60 നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 180 ഡേയ്സ് നമ്മളെ കയ്യിൽ എഫക്റ്റീവായിട്ട് ബാക്കിയുണ്ട് എന്നുള്ള നിങ്ങൾ തലയിൽ വെക്കുക. അപ്പോൾ ഈ 60 ഡേയ്സ് എന്തിനാ മാറ്റി വെക്കണം വെച്ചാൽ എല്ലാവർക്കും അറിയുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ്ലി റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്, അതായത് നീറ്റ് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ്ടേ, നീറ്റ് എന്ന് പറഞ്ഞ ഒരു റിലേ പോലെയാണ്. അങ്ങനെ ഇങ്ങനെ ഓടി 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 ലാസ്റ്റത്തെ ഒരാൾ ഓടൂലേ, ആ ഒരു ഇതാണ് നിങ്ങളെ ലാസ്റ്റ് 60 ഡേയ്സ്. അപ്പോൾ അത് മാറ്റി വെക്കുക. ഈ ഫസ്റ്റത്തെ 180 ഡേയ്സിലായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈ 60 ഡേയ്സ് തന്നെ നിങ്ങൾക്ക് 90 ഡേയ്സ് ആക്കി പുഷാക്കാൻ പറ്റിയ അത്ര നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഏകദേശം ഒരു അടിപൊളിയുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 90 ഡേയ്സ് അവിടെ പിടിച്ചു. അതല്ല, നിങ്ങളിപ്പോൾ ഒരു ജസ്റ്റ് സ്ക്രാച്ച് നിന്നാണ് തുടങ്ങണമെങ്കിൽ ഒരു 60 ഡേയ്സ് നിങ്ങൾ ലാസ്റ്റ് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് 180 ഡേയ്സ് ആണ് നമ്മുടെ അടുത്ത് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി ഓരോ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ടോട്ടൽ നമുക്ക് 81 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഏറ്റവും വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റ് എടുക്കുക, ബയോളജി. ബയോളജിയിൽ 81 എത്ര ചാപ്റ്റേഴ്സാണ്? 32 ചാപ്റ്റേഴ്സും ബയോളജി എന്നാണ്. പിന്നെ നീറ്റിലെ നിങ്ങൾക്കറിയാമല്ലോ 50%, അതായത് 720ൽ 360 മാർക്സും ബയോളജിയാണ്. സോ നമുക്ക് ഫസ്റ്റ് ബയോളജിനെ കുറിച്ച് സംസാരിക്കാം. വീഡിയോ കണ്ടിട്ട് ചെയ്യുന്ന മുമ്പ് കുറേ നീറ്റ് സ്റ്റുഡൻസ് നല്ല വൃത്തിക്ക് പഠിക്കുന്നുണ്ട്. ബട്ട് അവസാനം വന്നിട്ട് അവർ ഫെയിൽ ആവും. കാരണം എന്താ വെച്ചാൽ അവരൊരു റൈറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ MS ധോണിനെ നോക്കുകയാണെങ്കിൽ ആൾ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്രിക്കറ്റർ ആണ്. കാരണം എന്താ വെച്ചാൽ ആള് കളിക്കണ മുന്നേ തന്നെ ആൾക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ആളെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്ലാനും സ്ട്രാറ്റജി ഒക്കെ വേണം. അതിന് നിങ്ങളെ മെമ്മോനീറ്റിന്റെ ബൂട്ട് ക്യാമ്പ് ബാച്ച് ഹെൽപ്പ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒരു 270 ഡേ പ്ലാനർ ആണ്. ജസ്റ്റ് നിങ്ങൾ പെർ ഡേ 5.5 ഹവേഴ്സ് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഇതിന്റെ അടിയിൽ തന്നെ പ്രോപ്പർ ഗ്യാപ്പ് ഉണ്ടാവും, റിലാക്സ് ചെയ്യാൻ ടൈം ഉണ്ടാവും. ആൻഡ് ഇതിനെ കുറിച്ചുള്ള ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു PDF പ്ലാനർ അല്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ ഡേ ആണ് ഈ പ്ലാൻ സ്റ്റാർട്ട് ആവുക. നിങ്ങൾ ക്ലാസ് 12ലാണെങ്കിലും ഡ്രോപ്പർ ആണെങ്കിലും സെൽഫ് സ്റ്റഡി ആണെങ്കിലും സ്കൂൾ ഗോയിങ്ങിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതിനെ ഫോളോ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മെമ്മോനീറ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബൂട്ട് ക്യാമ്പ് ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീക്കിലി ഇങ്ങനെ ചെയ്യേണ്ട
കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീക്ക് 1 നോക്കുകയാണെങ്കിൽ കണ്ടോ, ഓരോ ഡേയിൽ നിങ്ങൾ എന്തൊക്കെ ടാസ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഡേ 1 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഫസ്റ്റ് എന്താ വെച്ചാൽ NCERT വായിക്കാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും വെച്ചാൽ NCERT ഇവിടെ കിട്ടും വിത്ത് ഹൈലൈറ്റഡ് പോയിന്റ്സ്. നിങ്ങൾക്ക് NCERTന്റെ ഹാർഡ് കോപ്പി എടുത്തിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ലിങ്ക് ആയിട്ടുള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആൻഡ് ഈ ടാസ്ക് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി എന്നുള്ള ടിക്ക് ഇട്ട ശേഷം അടുത്ത ടാസ്ക് തന്നെ ഇവിടെ വിത്ത് ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ, 6:20 PM. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മെമോറ്റിന്റെ നോട്ട്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് മെമോനീറ്റിന്റെ നോട്ട്സും കിട്ടും. ഇനി ഈ നോട്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 3D വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ന്യൂമോണിക്സും ടേബിൾസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ റിവിഷന് നിങ്ങൾക്ക് ഈസിയർ ആക്കും. ആൻഡ് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് വന്നിട്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത ടാസ്കിലോട്ട് പോവുക. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നെക്സ്റ്റ് ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഇതേപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേയിൽ നിങ്ങൾ ഫുൾ ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ ടാസ്ക് ആയിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ഇതേപോലെ 3 സബ്ജക്ട്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും അവൈലബിൾ ആണ്. വളരെ ഈസിയാണ്. അവിടെ ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ എന്നിട്ട് പഠിക്കുക. കുറെ സെർച്ച് ചെയ്യേണ്ടി കുറെ കൺഫ്യൂഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആൻഡ് യെസ് 44,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നീറ്റ് 2025 നോക്കുകയാണെങ്കിൽ 180ൽ 168 ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മെമോനീറ്റ് ആപ്പിൽ നിന്ന് നമുക്ക് പ്രൂഫ് പറഞ്ഞാൽ നമ്മൾ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തത്. ഇനി ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 ഡേയ്സിന്റെ ടാസ്ക് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1 ഡേ കൊണ്ട് തന്നെ തീർക്കാം. ആൻഡ് 13 എക്സാക്ട് നീറ്റ് ലെവൽ ടെസ്റ്റും ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 14 ഡേയ്സ് ഓഫ് ബൂട്ട് ക്യാമ്പ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പോൾ കറന്റ് പ്രൈസസ് ഒക്കെ ലോ ആണ്. ആൻഡ് നിങ്ങൾ ബൂട്ട് ക്യാമ്പ് ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൂടെ തന്നെ എലൈറ്റ് പ്ലാനും ഫ്രീ ആയിട്ട് കിട്ടും. സോ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ട് ബൈ ചെയ്യുമ്പോൾ എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള AB20 എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ബയോളജി നിങ്ങൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ എൻ്റെ ഒരു അഡ്വൈസ് എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഒരു ചാപ്റ്ററിന് 2 or 3 ഡേയ്സ് വെക്കുക. ഇപ്പൊ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചെറിയ ചാപ്റ്റേഴ്സിന് 2 ഡേയ്സും വെക്കുക. പിന്നെ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല, ഇപ്പോൾ ഈ ജെനറ്റിക്സ് ഇവല്യൂഷൻ ഒക്കെ പോലെ ചാപ്റ്റേഴ്സ്, അതിന് നിങ്ങൾ 3 ഡേയ്സും വെക്കുക. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പോൾ ഈ ചെറിയ ചാപ്റ്റേഴ്സിന്റെ 2 ഡേയ്സിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ NCERT കൊടുക്കുക, NCERT എല്ലാം പ്രോപ്പറായിട്ട് വായിക്കാൻ. സെക്കൻഡ് ഡേ നിങ്ങൾ എന്ത് വെച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും, ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും കൊടുക്കുക. ഇനി നമ്മുടെ വലിയ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 3 ഡേയ്സ് അല്ല, അതിൽ ആദ്യത്തെ 2 ഡേയ്സ് NCERTക്കും 3rd ഡേ നിങ്ങൾ എന്ത് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിനും കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ ബയോളജി തീർക്കാം. ഇപ്പൊ ഇന്ന് സെപ്റ്റംബർ വെച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എൻഡോട് കൂടെ നിങ്ങൾക്ക് ബയോളജി ഫുള്ള് തീർക്കാം വിത്ത് NCERT ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ പിന്നെ നമുക്കൊരു 5 മാസം ഉണ്ട്. അപ്പൊ 5 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജി വീണ്ടും ഇങ്ങനെ റിവിഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം മൈൻഡിൽ വെച്ചിട്ട് ഒരു 3 മന്ത്സിലോണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ബയോളജി തീർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അത് പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അതൊരു 4 മന്ത്സ് മാക്സിമം നിങ്ങളൊരു ഡിസംബർ എൻഡ് ആകുമ്പോഴേക്കും തന്നെ നിങ്ങളെ ബയോളജിന്റെ സിലബസ് ഫുള്ള് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി കിട്ടോ. NCERT ഓരോ ലൈനും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, തീർക്കാൻ നോക്കുക. ഇനി നമുക്ക് നേരെ കെമിസ്ട്രിയിലോട്ട് പോവാം. അപ്പോൾ കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ 81 21 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ 21 ചാപ്റ്റേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ചാപ്റ്ററിന് ഒരു 4 ഡേയ്സ് മാക്സിമം വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസംബർ എൻഡ് ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിന്റെ സിലബസും ഫുള്ള് തീർക്കുക. ഇനി 4 ഡേയ്സ് തന്നെ നിങ്ങൾ ഒരു കാര്യം മൈൻഡിൽ വെക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഈസി ഇനോർഗാനിക് ഒക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതിന് ഈ 4 എന്നുള്ളത് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 3 ഡേയ്സ് ആക്കുക. എന്നിട്ട് ഈ ഒരു 1 ഡേ ലാഭിക്കൂല, അത് നിങ്ങൾ ഇപ്പോൾ വലിയ ചാപ്റ്റേഴ്സ് GOC ഒക്കെ പോലത്തെ ചാപ്റ്റേഴ്സിന് ആ ഒരു എക്സ്ട്രാ 4 ഡേ എന്നുള്ളത് അതിനെ 5 ഡേ ആക്കുക. അപ്പോൾ ഈ മൊത്തത്തിൽ ഒരു അപ്രോക്സ് ഒരു 4 +or-2 ഒക്കെ ആക്കിയിട്ട് നിങ്ങളൊരു ഡിസംബർ എൻഡ് ആകുമ്പോഴേക്കും തന്നെ നിങ്ങളെ കെമിസ്ട്രിൻ്റെയും ബയോളജിൻ്റെ സിലബസ് ഫുള്ള് തീർക്കുക. ഇനി എല്ലാവരുടെയും വില്ലൻ ആയിട്ടുള്ള ഫിസിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു 28 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഫിസിക്സിന് വരുന്നത്. ഫിസിക്സിന് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പലർക്കും പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ ഫിസിക്സിൽ അത്യാവശ്യം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉണ്ട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടൈമിൽ നല്ല ഫിസിക്സ് അടിപൊളിയാക്കുന്നു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ടൈമിൽ എനിക്ക് ഫിസിക്സിൽ അത്ര കണ്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സും നിങ്ങൾ ഡിസംബർ എൻഡൊക്കെ ആകുമ്പോഴേക്കിന് തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ജാനുവരി മിഡൊക്കെ ആകുമ്പോഴേക്കിന്. അതല്ല നിങ്ങളിപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുക അങ്ങനത്തെ ഒരു ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും വേണ്ട. ഫിസിക്സിന് നിങ്ങൾ എന്താണ് ഫെബ്രുവരി വരെയുള്ള ടൈമിന് എടുത്തു. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 8 മാസം ഉണ്ട് പറഞ്ഞല്ലോ, ഈ 8 മാസത്തിലെ ഈ 6 മന്ത്സും നിങ്ങൾ എന്ത് വെച്ചാൽ
ഫിസിക്സിന് വേണ്ടി എടുത്തോ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ബയോളജിയും കെമിസ്ട്രി ഉണ്ടല്ലോ, ഇത് ഞാൻ പെട്ടെന്ന് തീർക്കാൻ കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് നല്ല റിവിഷൻ വേണ്ട വിഷയ സബ്ജക്റ്റാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇനോർഗാനിക് ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ കുറേ ഇപ്പോൾ ഓർഗാനിക് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ തല്ലി കയറണമെങ്കിൽ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എത്ര നേരത്തെ തീർക്കണോ അത്ര നല്ലതാണ്. ഫിസിക്സിന്റെ കേസ് അങ്ങനെയല്ല. ഫിസിക്സിന് നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു 2 മാസം റിവിഷൻ ചെയ്യാണ്ടായാലും മതി. കാരണം എന്താ വെച്ചാൽ അതിൽ കുറേ ഇങ്ങനെ ബൈ ഹാർട്ട് ആക്കേണ്ട സാധനമില്ല. അപ്പോൾ ഫിസിക്സ് നിങ്ങൾ പ്രോപ്പർ ടൈം കൊടുത്തോ. ബയോളജി നിങ്ങൾ എത്രയും പെട്ടെന്ന് 3 മാസം പറ്റുമെങ്കിൽ അത്ര പെട്ടെന്ന് തീർക്കുക. കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ 4 മാസം എടുത്തിട്ട് തീർക്കുക. ഫിസിക്സിന് പ്രോപ്പർ 6 മന്ത്സും കൊടുക്കുക. അപ്പൊ ഇനിയുള്ള ഈ 6 മന്ത്സിൽ നോ കോംപ്രമൈസ്. നിങ്ങൾ 100% നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴത്തെ നീറ്റ് ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഡിസ്ട്രാക്റ്റഡ് ആവില്ല. നിങ്ങൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ഒരു ഓർത്തെടുത്തോ. വേണമെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ കമൻറ്റും ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ 2 to 3 മന്ത്സിന്റെ കാര്യം ഞാൻ അപ്പം പറഞ്ഞോളൂ. ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഈ സിലബസ് കംപ്ലീഷൻ ഫേസ് ഉണ്ടല്ലോ, ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യാന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഫോക്കസ് ചെയ്യും. ഇനിയിപ്പോൾ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോസ് ഓൾറെഡി ഇതിന് മുന്നിട്ട് കാണാം. അപ്പോൾ കാണാത്തവർ കാണാം. പക്ഷെ അതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം വെച്ചാൽ 2 സബ്ജക്റ്റാണ്. ഫസ്റ്റ് പറഞ്ഞാൽ ബയോളജിക്കടാ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക NCERT പുറത്തുനിന്ന് വായിക്കല്ലേ. ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പൊട്ടത്തരം അതാണ്. നീറ്റ് ഒന്ന് കുറച്ചൊന്ന് ടഫായല്ലോ, അപ്പോൾ ഇനി കുറേ ഔട്ടിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ മണ്ടത്തന്നെ ചെയ്യല്ലേ. ഇനിയിപ്പോൾ NTA നിങ്ങൾ ഔട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം 2 ക്വസ്റ്റ്യൻ, അതിൻ്റെ അപ്പുറം ചോദിക്കില്ല. 1-2 ക്വസ്റ്റ്യനേ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ ഫോക്കസ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള 58-59 ക്വസ്റ്റ്യന്മായിരിക്കണം നിങ്ങളെ മെയിൻ ഫോക്കസ്. ഇനിയിപ്പോൾ എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഔട്ട് നോക്കിയില്ലെങ്കിൽ അങ്ങോട്ട് ഒരു സമാധാനം കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 5 ടൈംസോ അല്ലെങ്കിൽ 6 ടൈംസോ ഒക്കെ NCERT വായിച്ച ശേഷം NCERT ഓരോ ലൈനും നിങ്ങളെ മൈൻഡിൽ പതിഞ്ഞോന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചൊരു ഔട്ടൊക്കെ വേണമെങ്കിൽ ഫോക്കസ് ചെയ്തു. സ്റ്റിൽ ഈ ഒരു ഫേസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇനിയിപ്പോൾ 5-6 നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇനിയും പറയും നിങ്ങൾ ഇനിയും NCERT ഒന്നും കൂടെ വൃത്തിക്ക് വായിക്കും. കാരണം NCERT അങ്ങനെ ഒരു മാജിക്കൽ ബുക്കാണ്. നമ്മൾ ഓരോ ടൈം വായിക്കുമ്പോൾ നമുക്ക് ഓരോ പുതിയ പോയിന്റ്സ് ഇങ്ങനെ കിട്ടി കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതിൽ NCERT ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയാലും എക്സസൈസ് ക്വസ്റ്റ്യൻ ആയാലും ഫിസിക്സിന് അഡീഷണൽ എക്സസൈസ് ചെയ്യേണ്ട, ബട്ട് ഇൻടെക്സ്റ്റും എക്സസൈസും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ അത്രക്കായിരുന്നു പ്ലാനിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ പ്ലാനിലേറെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഇനി ഫേസ് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു പേടി. കാരണം ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ എടുക്കുകയാണല്ലോ, അപ്പോൾ ഇങ്ങനെ പേടി ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ പേടിക്കുള്ള ഏറ്റവും അടിപൊളി റെമഡി എന്താ അറിയാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സോൾവ് ചെയ്യണ ഓരോ MCക്കും നിങ്ങൾ റിവിഷൻ ചെയ്യണ ഓരോ ടൈംസ് ഇങ്ങനെ റിവിഷൻ ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് കേട്ടോ അതിങ്ങനെ നിങ്ങളെ പേടി ഇങ്ങനെ കുറഞ്ഞു വരും. ഒരിക്കലും പേടി 0 ആവില്ല ഞാൻ പറയില്ല. കാരണം ഇത് ഇത്ര ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്തായാലും ഇപ്പം ഈവൻ എനിക്ക് വരെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന്, അതായത് നീറ്റ് എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഡേ വരെ എനിക്ക് ടെൻഷൻ ആയിരുന്നു. ബട്ട് ഈ ടെൻഷൻ നമുക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള വഴി എന്താ വെച്ചാൽ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താ വെച്ചാൽ NCERT ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പ്രിപ്പറേഷനിൽ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നിങ്ങളെ ടെൻഷൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളെ പ്രിപ്പറേഷൻ കൊളാക്കണ്ടേ. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ വരാൻ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. എന്താണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇനി എന്താ കണ്ടന്റ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.